പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്നവർ എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ കരുതലിലും സംരക്ഷണയിലും പൊന്നുപോലെ, കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ അവൻ നമ്മെ സൂക്ഷിക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മെ അവൻ സഹായിക്കുന്നില്ലേ? ഇത്ര വലിയൊരു ദൈവത്തെ സ്നേഹിപ്പാൻ, സേവിപ്പാൻ നമുക്കിടയായത് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു വിജയമായി പ്രിയ ദൈവവേദനയിൽ നീ കാണുന്നില്ലേ? ആ ദൈവസന്നിധാനത്തിൽ നമുക്ക് നന്ദി അറിയിച്ചുകൊണ്ട് നന്ദിയോടെ ആയിരിക്കാം. അവൻ നമ്മെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ലെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഫിലിപ്പിയർ 3-ാം അധ്യായം 13-14 വാക്യങ്ങൾ. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3 വേഴ്സ് 13 and 40. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നു മുമ്പിലുള്ളതിന് ആഞ്ഞുകൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ടൈംസ് ഓഫ് ഡിസ്കറേജ്മെൻറ്റ് എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡിസ്കറേജ്ഡ് ആയിട്ടിരിക്കുന്നവരെന്നെ കേൾക്കുന്നുമുണ്ട്. ഇത് എല്ലാവരുടെയും ജീവിതത്തിൽ വരുന്നൊരു കാര്യം, പുതുമയൊന്നുമല്ല. നമ്മുടെ ജീവിതം തന്നെ ഒരു റേസാണ്. ഓർത്ത് നോക്കിയൊരു ഓട്ട മത്സരമാണ്. ആ മത്സരത്തിൽ പലപ്പോഴും നാം പരാജയപ്പെട്ടു പോയി എന്ന് നമുക്ക് തോന്നാറുമുണ്ട് അല്ലേ? എന്നാൽ ഞാൻ പറയട്ടെ, നമ്മളിങ്ങനെയുള്ള പരീക്ഷകളും പരീക്ഷണങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നാം ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഈസിയായിട്ട് തോന്നുന്നത് ഇതങ്ങ് വിട്ട് കളഞ്ഞേക്കാമെന്നങ്ങ് തോന്നുന്നതാണ്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തോട് നമ്മൾ പരിഭവം കാണിക്കും. എത്ര നാളായി ഈ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷന് എനിക്കൊരു അവസാനം തരണമേ, ഒരു സൊല്യൂഷൻ തരണമേ എന്ന് പറഞ്ഞ് ഞാൻ നിൽക്കുന്നതെന്ന് നീ ദൈവത്തോട് തന്നെ ചോദിച്ചും ഇരിക്കുന്നുണ്ട് ചിലപ്പോൾ അല്ലേ? അതുകൊണ്ട് ക്ഷീണിക്കരുത് കേട്ടോ. നമുക്ക് ഇത് കടന്നു പോകാനുള്ള സകല ദൈവം നമുക്ക് വേണ്ടി ചെയ്തു വെച്ചിരിക്കുക. നമ്മൾ അവൻ്റെ ടൈമിന് വേണ്ടി, അവൻ്റെ പ്രവൃത്തിയുടെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഈ വെയിറ്റിംഗ് ടൈമിലാണ് നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നത്. അതുകൊണ്ട് എക്സോസ്റ്റഡ് ആയി പോകരുത്. എങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പിടിച്ചു നിൽക്കാമെന്നുള്ളത് ചിന്തിച്ച് അതിൽ ജയം പ്രാപിച്ച് പടപൊരുതി മുന്നോട്ട് പോകാൻ തക്കവണ്ണം നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്കറിയാം, ഏത് റേസിലാണെങ്കിലും ഏത് മത്സരത്തിലാണെങ്കിലും ഒരു പ്രൈസ് കാണും. പൗലോസ് ഈ പാസേജിൽ റെഫർ ചെയ്യുന്നത് യേശുവുമായിട്ടുള്ള തൻ്റെ ആഴത്തിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിലും വലിയ പെയിൻ അനുഭവിക്കുന്ന സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മുടെ എല്ലാ പരിശ്രമങ്ങളും പരാജയപ്പെടുമ്പോൾ, നമ്മുടെ ശക്തിയുടെ അവസാന കണ്ണീര് നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമുക്ക് പഠിക്കാനും നമുക്ക് വളരാനും ഒക്കെ കഴിയണം. നമ്മുടെ സ്വന്തം ശക്തിയൊക്കെ ഒലിച്ചു പോകുമ്പോഴാണ്, നമ്മിൽ ഇല്ലാതാകുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ ശക്തിയിൽ പലപ്പോഴും ആശ്രയിക്കുന്നത് അല്ലേ? പിന്നെ നമുക്കറിയാം, ദൈവത്തിൻ്റെ ശക്തിയിൽ നാം ആശ്രയിച്ചാൽ നമ്മുടെ ആ ബേർഡൻ കനം കുറഞ്ഞതായി തീരുമെന്ന് നമുക്കറിയാം. നമ്മുടെ കാഴ്ച കൊണ്ട് നമ്മൾ ഈ ഓട്ടം എങ്ങനെ അവസാനിക്കുമെന്ന് ഓർത്താൽ അതിൻ്റെ എൻഡ് നമ്മളങ്ങ് നേരത്തെ കയറി അങ്ങ് കാണും. എന്നാൽ അങ്ങനെ കാണുന്നൊരു കാര്യം കൂടെ കണ്ടോണം. നിൻ്റെ കൂടെ ആരോടുന്നുണ്ട്? യേശു കർത്താവ് കൂടെ വരുന്നുണ്ട്. മുഴുവൻ സമയവും അവൻ നിന്നെ എൻകറേജ് ചെയ്യുമായിരിക്കും. എല്ലാ സമയവും അവൻ നിന്നെ കുഞ്ഞെ സ്നേഹിച്ചുകൊണ്ടുമാണ് ഇരിക്കുന്നത്. അവൻ നിന്നെ കംഫർട്ട് ചെയ്തുകൊണ്ടുമല്ലേ ഇരിക്കുന്നത്? തീർച്ചയായിട്ടും അതെ. അതുകൊണ്ട് ചില നിരാശയുടെ സമയങ്ങൾ വന്നപ്പോൾ നിനക്ക് കേടുപറ്റാതെ, നിനക്ക് ദോഷം ഭവിക്കാതെ നിന്നെ പ്രിസേർവ് ചെയ്ത് സൂക്ഷിച്ച ചില സമയങ്ങൾ ഓർമ്മയുണ്ടോ?
നിനക്ക് എന്തെങ്കിലും ഒരു പുതിയ ശക്തി നിൻ്റെ സ്ട്രെങ്ത് കൊണ്ട് നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ചാലഞ്ചിങ് ടൈംസൊക്കെ ജീവിതത്തിൽ വന്നപ്പോൾ ദൈവം നിന്നെ ഷേപ്പ് ചെയ്തെടുത്തിട്ടില്ലേ? ഞാനിതിങ്ങനെ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് അയക്കുമ്പോൾ തന്നെ എന്നെ എൻ്റെ ദൈവം ഷേപ്പ് ചെയ്ത ചില സമയങ്ങളൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. അങ്ങനെയാ ദൈവം ഇതിലേ. ഞാൻ പക്ഷേ അതൊന്നും പരസ്യമായി ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പുതിയ ഏതെങ്കിലും ഒരു ചാലഞ്ചസ് നീ ഇപ്പം ഫേസ് ചെയ്യുന്നുണ്ടോ? ക്ഷമയോടുകൂടിയിരിക്കുക. ദൈവം നിന്നിലേക്ക് പുതിയ ശക്തി പകരുന്നത് നിനക്ക് മനസ്സിലാക്കാൻ പറ്റും. നിൻ്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നീ സകല ഉത്സാഹവും കഴിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവൻ്റെ വിശ്വസ്തത നീ ഓർത്തു കൊള്ളണം. നിൻ്റെ ആശ്രയം നീ ദൈവത്തിലിട്ട് കൊള്ളണം. നിൻ്റെ പുറയിൽ ഇനി എന്നാണ് വരാനിരിക്കുന്നത് എന്ന് എന്തെങ്കിലും നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണേ, അത് സഹായിക്കാൻ കഴിയുന്നവൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കി അതങ്ങ് വിട്ട് കളഞ്ഞേരെ, അതങ്ങ് മറന്നേരെ. നിൻ്റെ മുമ്പിൽ എന്താണ് കിടക്കുന്നതെന്നുള്ളതിലേക്ക് നീ സ്ട്രെയിൻ ചെയ്ത് മുന്നേറുമ്പോൾ നീ മുറുകെ പിടിക്കേണ്ട ഒരു കാര്യം ദൈവത്തിൻ്റെ പ്രോമിസസാണ്. ഫോക്കസ് യുവർ ഐസ് ഓൺ ദ വൺ ഹു കോൾസ് us onward and upward and draws us closer to him. He will give you the patience to preserve in even the most difficult situation. ഏറ്റവും വലിയ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലും നമ്മെ പ്രിസേർവ് ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ ദൈവമാണ് നമുക്കുള്ളത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദുഃഖവും ദണ്ണവും ഒക്കെ വരും. ഗ്രീഫ് ഒരു റിയൽ പാർട്ടാണ് നമ്മുടെ ജീവിതത്തിൻ്റെ. എന്നാൽ ഇറ്റ് ഈസ് നോട്ട് ലിമിറ്റഡ് ടു ലൂസിങ് സമ്മൺ വി കെയർ അബൌട്ട് ടു ഡെത്ത്. പല പല സ്വപ്നങ്ങളൊക്കെ നമ്മൾ കണ്ട് വേദനിക്കാറുണ്ട്. ജോലി നഷ്ടപ്പെടുമ്പോൾ വേദനിക്കാറുണ്ട്. റിലേഷൻഷിപ്പിൽ ചലഞ്ചസ് വരുമ്പോൾ വേദനിക്കാറുണ്ട്. സാഹചര്യത്തിൽ വ്യത്യാസങ്ങൾ വരുമ്പോൾ ഭാരം തോന്നാറുണ്ട്. നാച്ചുറൽ ബിഗിനിങ്സും എൻഡിങ്സും, അതായത് റിട്ടയർമെൻറ്റ് ഓർ ചിൽഡ്രൻ ഗ്രോയിങ് ഓൾഡർ, അതെല്ലാം ഭംഗിയായി ചെയ്തെടുക്കാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് വരെ നമ്മെ സഹായിച്ചെങ്കിൽ ഇനിയും അവൻ സഹായിക്കും. നമ്മൾ വളരെ ആഴത്തിൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സംഗതിയെ ഓർത്ത് നീ വിഷമിക്കുന്നുണ്ടോ? നിൻ്റെ ഇമോഷൻസിൻ്റെ ഗതി പോലും എങ്ങനെയാണ് പോകുന്നത് നിനക്ക് മനസ്സിലാകാൻ പറ്റാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില സംഗതികൾ കുഞ്ഞെ നീ നിൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടോ? ഇരുട്ട് വന്ന് ഒന്നിനെയും മൂടുവാൻ നീ അനുവദിക്കുന്നു. ഇരുട്ട് പറയുന്നത് ഞാൻ നിന്നെ മൂടും, ഞാൻ നിൻ്റെ വിഷയത്തെ മൂടും, അങ്ങനെ മൂടിക്കഴിഞ്ഞാൽ നിനക്കൊരിക്കലും എൻ്റെ വെളിച്ചം കിട്ടത്തില്ല എന്ന്. എങ്ങനെയാ നമ്മൾ ഗ്രീവ് ചെയ്യുന്നത്? പലപ്പോഴും കരഞ്ഞ്. ഞാൻ പറയട്ടെ, ക്രൈയിങ് ഔട്ട് ടു ഗോഡ്, അങ്ങനല്ലേ? അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം. മനുഷ്യരുടെ അടുത്ത് കരഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല. ചില സമയങ്ങളിൽ നാം നമ്മുടെ ഇമോഷൻസൊക്കെ ഹിഡനായിട്ട് കീപ്പ് ചെയ്യും. എന്നിട്ട് ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഞാനൊന്നും പറഞ്ഞില്ലേ എന്ന മട്ടിൽ നടക്കും. ഇങ്ങനെയുള്ളവരെന്നെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പരിശുദ്ധാത്മാവ് പറയിപ്പിക്കുന്നത്. നമ്മൾ ഐസൊലേറ്റഡായിട്ട് തോന്നാറുണ്ട്. നമ്മുടെ വേദനയെക്കുറിച്ച് ആരും കെയർ ചെയ്യുന്നില്ല എന്ന് തോന്നാറുണ്ട്. പക്ഷേ ഏതിരുട്ടിലും ദൈവം നമ്മോടുകൂടെ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. നിൻ്റെ ഗ്രീഫിൽ ഏത് ഇമോഷൻസാണ് നീ കൂടുതൽ ഫീൽ ചെയ്യുന്നത്? ഏകാന്തതയാണോ? ദൈവത്തിന് നന്ദി കൊടുക്കുക. ദേഷ്യമാണോ? ദൈവത്തിന് നന്ദി കൊടുക്കുക. ബിട്രേയ്ഡായി പോയിട്ടുണ്ടോ? നീ ചതിക്കപ്പെട്ടു പോയിട്ടുണ്ടോ? ഫ്രസ്ട്രേറ്റഡായി പോയിട്ടുണ്ടോ? ഇൻറ്റൻസ് സാഡ്നെസ് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? ഏതെല്ലാം ബ്രോക്കൺനെസ് വന്നാലും ദൈവം കൈവിടത്തില്ലെന്നോർത്ത് ധൈര്യത്തോടെ നിൽക്കുക. ലാസർ മരിച്ചപ്പോൾ യേശു കരഞ്ഞു.
ലാസർ വീണ്ടും ജീവിക്കുമെന്ന് യേശുവിന് അറിയാം. പക്ഷെ കരഞ്ഞു. കുഞ്ഞെ, നിൻ്റെ ദുഃഖത്തിലും സകല ആശ്വാസവും തരുന്ന ദൈവം നിന്നോടൊപ്പം നിന്ന് കരയുക കേട്ടോ. അവൻ തരുന്ന വാഗ്ദത്തം അവൻ നിന്നോടുകൂടെ നടക്കും. ഈവൻ ഇൻ ദ ഡാർക്കസ്റ്റ് ഓഫ് വാലീസ്. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, കുരുൾ താഴ്വരയിലും ഞങ്ങളോടുകൂടിയിരിക്കുന്ന ദൈവം, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുന്ന ദൈവം, പച്ചയായ പുൽപ്പുറങ്ങളിൽ കടത്തുന്ന ദൈവം, ആ ദൈവത്തിന് പൂർണ്ണമത്വം കരയേറ്റിക്കൊണ്ട് ജീവിക്കാൻ തക്കണം നീ സഹായിച്ചോട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.